2024 ടയർ 1 13/9/2024 ഷിഫ്റ്റ് 2 എല്ലാ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ആൻഡ് മോഡ് ഓഫ് ദ ഏജസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഗ്രാഫ് നോക്കുമ്പോൾ എന്താ, 1 വയസ്സുള്ള 20 പിള്ളേരുണ്ട്, 2 വയസ്സുള്ള 50 പിള്ളേരുണ്ട്, 3 വയസ്സുള്ള 70 പിള്ളേരുണ്ട്, 4 വയസ്സുള്ള 50 പിള്ളേരുണ്ട്, 5 വയസ്സുള്ള 20 പിള്ളേരുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ എന്താണ്, ആവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ടോ അത്രയും നമ്പർ ഓഫ് ചിൽഡ്രൻസ്. നമ്പർ ഓഫ് ചിൽഡ്രൻസ് എത്രയാണ്, 50, 20, 70, 140, 140, 50, 190, 190, 20 കൂടെ കൂടിയ 210 വരും. താഴെ ഇവിടെ എന്താണ്, ഇവിടെ 210 വരും. ഇവിടെ ടോട്ടൽ സമ്മ് കാണാൻ എന്ത് ചെയ്യണ്ടേ, 20 പിള്ളേരുണ്ട്, അവരുടെ ഏജ് 1 ആണ്. അപ്പം 1 × 20 ചെയ്യണം. പ്ലസ് അതുപോലെ 50 പിള്ളേരുണ്ട്, അവരുടെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അപ്പോൾ 50 × 2 ചെയ്യണം. പ്ലസ് 70 × 3 പ്ലസ് 50 × 4 പ്ലസ് 20 × 5. ഇതാണ് ടോട്ടൽ സമ്മ് വരുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്, ഇവിടെ 20 വരും, ഇവിടെ 20 വരും, ഇവിടെ 100 വരും, ഇവിടെ 210 വരും, ഇവിടെ 200 വരും, നൂറും വരും. അപ്പം 200, 100, 300, 300, 200, 500, 510, 610, 630 വരും. ടോട്ടൽ സമ്മ് എന്ന് പറയുന്നത് എത്രയാണ്, 630 വരും. അപ്പം ഇതിനകത്ത് ആവറേജ് എത്ര, 630 ഡിവൈഡ് ബൈ 210 എന്ന് പറയുന്നത് കറക്റ്റ് 3 ആണ്. 21 × 3 ചെയ്യുമ്പോഴാണ് 63 വരുന്നത്. അപ്പോൾ ആവറേജ് കിട്ടി എത്രയാണ്, 3 കിട്ടി. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് മോഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ മോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടാണ്. ഇവിടെ 70 ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത്. അപ്പം ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് ഏജ് മോഡായിട്ട് വരുന്നത്. 3 - 3 എന്ന് പറയുന്നത് എത്രയാണ്, 0 വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പി ആൻഡ് ക്യൂ ആർ 2 ഫിക്സഡ് പോയിൻറ്റ്സ് 10 cm അപ്പാർട്ട് ആൻഡ് ആർ ഇസ് ദ പോയിൻ്റ് ഓൺ പി ക്യൂ. പി ക്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 cm ആണ്. ഇന്നത്തെ ആർ ഈസ് എ പോയിൻറ്റ് ഓൺ പി ക്യൂ സച്ച് ദാറ്റ് പി ആർ ഈക്വൽ ടു 6 cm. 6 cm. അപ്പം by what percentage is the length of the QR decreased when the length of PR is increased by 5% ആണ് ചോദിച്ചത്. ശരി, ഇപ്പം പെർസെൻറ്റേജിൻ്റെ ചോദ്യമായിരുന്നല്ലേ. തുടക്കം വന്നപ്പോൾ വിചാരിച്ചു ജോമെട്രിയുടെ ഏതോ ചോദ്യമാണ്. പി ആറിൻ്റെ 5% കൂട്ടി, ഇപ്പം ക്യു ആർ എത്രയാണ് കുറഞ്ഞെന്നല്ല ചോദിച്ചത്. അപ്പോൾ 5% കൂടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 × 105/100 വരും. 1% എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പം 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.6 × 5 ചെയ്യുമ്പോൾ 0.30 കൂടും. മൊത്തം ഇതെന്നുള്ള 6.30 കൂടും. ഇവിടെ 6 ഉണ്ടായിരുന്നത് 6.30 ആയെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇവിടെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, 3.70 ഉണ്ടാവുള്ളൂ. അപ്പം നേരത്തെ 4 ഉണ്ടായിരുന്നു, ഇപ്പം 3.70 ഉള്ളൂ. എത്രയാണ് കുറഞ്ഞു, 0.30 കുറഞ്ഞു. എത്രയെന്ന്, 4 × 100. ഇപ്പം 30 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്രയാണ്, 4 7s are 28 വരും. 4 7s are 28 വരും. പിന്നെ ഒരു റിമൈൻഡർ 2/4, അതായത് 1/2. 7 and 1/2 ആണ് കറക്റ്റ് ആൻസർ, 7.5. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഒരു പുള്ളി
കടം കൊടുത്തു. എത്ര? 9,810 രൂപ കടം കൊടുത്തു. എത്ര? ഒരു വർഷത്തേക്ക്. അങ്ങനെയല്ല, അതായത് ഒരു പുള്ളി കടം കൊടുത്തു, ഒരു വർഷത്തേക്കാണ് കടം കൊടുത്തത്. ആ ഒരു വർഷം കഴിയുമ്പോൾ അയാൾ അടയ്ക്കേണ്ട പൈസയാണ് 9,810 രൂപ എന്ന് പറയുന്നത്. ഡ്യൂ ഇൻ 1 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വർഷത്തെ പലിശ 9% പലിശയും പ്രിൻസിപ്പളും കൂടെ ചേർത്തുള്ള പൈസയാണ് എത്രയാണ്? 9,810 എന്നുള്ളത്. അതായത് 109% വാല്യൂ ആണ് എന്ത് വരുന്നത്? 9,810 എന്നുള്ളത്. അപ്പോൾ ഇവിടെ 100% വാല്യൂ കണ്ടുപിടിച്ചാൽ അയാൾ കൊടുത്ത പ്രിൻസിപ്പൾ കിട്ടും. 109% വാല്യൂ 9,810 ആണെങ്കിൽ ഇത് ഇൻറ്റു 90 ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? 9,810 വരുന്നത്. അപ്പം ഇത് ഇൻറ്റു 90 ചെയ്യുമ്പോൾ എത്രയാണ്? 9,000 വരും. ഇയാൾ കൊടുത്ത പ്രിൻസിപ്പൾ എത്രയാണ്? 9,000 രൂപയാണ് ഒരു വർഷത്തിന് ശേഷം 9,810 എന്നായത്. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അയാൾ ഒരു വർഷം കാത്തു നിൽക്കുന്നില്ല, ആ 9,000 രൂപ 6 മാസം കൊണ്ട് അടയ്ക്കുന്നത്. അങ്ങനെയാണ് പലിശ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് 9% തന്നിട്ടുണ്ട്. 6 മാസം കൊണ്ട് അടയ്ക്കുമ്പോൾ അതെന്താണ്? പകുതിയാവും. അപ്പം എത്രയാണ്? 4.5, അതായത് 9/2 ആവും. ബൈ 100. ഇവിടെ 0 കട്ട് ചെയ്ത് പോയി 45ആയി. 45 × 9 ചെയ്താൽ മതി. 45 × 9, 45 × 10 ചെയ്യുമ്പോൾ 450 വരും. 450 നിന്ന് 45 പോയാൽ 405 രൂപയാണ് അയാൾക്ക് പലിശയായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ മുതൽ 9,810 കൂടെ ചേർത്ത് എത്രയാണ് വരുന്നത്? 9,810 മുതൽ 9,000 കൂടെ ചേർത്ത് എത്ര വരുന്നത്? 9,405 എന്ന് വരും. ഇതാണ് ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ 2 അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഡിസ്കൗണ്ട് ഉണ്ട്. 10%, 16%. സിംഗിൾ ഡിസ്കൗണ്ട് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 10 + 16 - 10 × 16/100 ചെയ്താൽ മതി. 26 - 1.6 വരും. 26 ന് 1 പോയാൽ 25. 25 ന് 0.6 കൂടെ പോകുമ്പോൾ എത്ര? 24.4 വരും. ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. P and Q start running in opposite direction on a circular track from the same point. If the speed are 10 meter per second, 8 meter per second respectively ആണ്, then what time they will meet if the length of the track എന്ന് പറഞ്ഞാൽ 16, 20 ആണെങ്കിൽ. ഇവിടെ സ്പീഡ് എടുത്തിരുന്നത് എത്രയാണ്? 10ഉം 8ഉം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുക, 18 എന്ന് കിട്ടും. അപ്പോൾ ഇവർ 18 തവണ മീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചോളുക. അപ്പോൾ 16, 20 ആണ് ഫുള്ള് ട്രാക്ക് ലെങ്ത്ത്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് പോയിൻ്റ് കാണണമെങ്കിൽ എന്താണ്? 1/18 ചെയ്തോളുക. അപ്പം ഫസ്റ്റ് ടൈം ഇവർ മീറ്റ് ചെയ്യുന്ന സമയം കിട്ടും. 810 ഡിവൈഡഡ് ബൈ 9 വരും. പിന്നെ 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര? 270 ഡിവൈഡഡ് ബൈ 3 വരും. 3 9 എന്താണ്? 227. അപ്പം 3 × 90 ചെയ്യുമ്പോൾ എത്രയാണ്? 270. 90 സെക്കൻഡിലാണ് അവരാദ്യം മീറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 കണ്ടെയ്നറുണ്ട്. ഈ കണ്ടെയ്നറിനകത്ത് എ ടൈപ്പ് ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്, ബി ടൈപ്പ് ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്. ഇവിടെ എന്താണ്? എ ടൈപ്പ് ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്, ബി ടൈപ്പ് ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്. ഇവിടെ ഈ കണ്ടെയ്നറിൽ എത്രയാണ്? 252 എ ടൈപ്പ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇവിടെ എത്രയാണ്? 441 ബി ടൈപ്പ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ 1188 ആണെങ്കിൽ ഇതിനകത്ത് ബി ടൈപ്പ് ഇൻഗ്രീഡിയൻറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ A/B എടുക്കുമ്പോൾ എത്രയാണ്? 2 3 കൊണ്ട് വെട്ടിപ്പോകും. 441 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 147 വരും. 282 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര? 84 വരും. ഒന്നുകൂടെ 3 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 28 വരും, 49 വരും. 2ന് 7 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 7 × 28, 7 49. ഇതാണ് റേഷ്യോ. 7:4 ആണ് റേഷ്യോ. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇൻഗ്രീഡിയൻറ്റ് ബി ആണ്, അതായത് 7ൻ്റെ യൂണിറ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 1188 × 7
ഡിവൈഡ് ബൈ 7 4 എത്രയാണ്? 11 വരും. 1188 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ എത്രയാണ്? 108 വരും. 108 × 7 ചെയ്യുമ്പോൾ 100 × 7 ചെയ്യുമ്പോൾ എത്ര? 700 പ്ലസ് 7 8 56. 756 കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സർക്കിളുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. റേഡിയസ് 8 സെൻറ്റിമീറ്ററാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ലൈയിങ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഫ്രം ദ സെൻറ്റർ എന്ന് പറയുന്നത് 17 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഡ്രോൺ ഫ്രം ദ ഔട്ട്സൈഡ് ഓഫ് ദ പോയിന്റ് ഓഫ് ദ സർക്കിൾ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ടാൻജൻറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം പൈതഗോറസ് തന്നെയാണ്. 8 17 പിന്നെ ഒരു ലെങ്ത്തും കൂടെ വരും. 8ഉം 17 കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് 8 15 17 ട്രിപ്ലറ്റാണ്. അപ്പോൾ ഇതെന്താണ്? ഇവിടെ 15 വരും. ഇവിടെ ആൻസർ വരുന്നത് 15 നമുക്കൊരു ട്രിക്ക് നോക്കാം. അതായത് 2 സൈഡ് തന്നിട്ടുണ്ട്. 3 4 എന്ന് പറഞ്ഞാൽ 2 സൈഡ് തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. ഇനി തിയറത്തിലേക്ക് പോവാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഏറ്റവും ചെറിയ സൈഡ് നോക്കുക. അപ്പം 3 ഇത് ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആകുമ്പോൾ നേരെ സ്ക്വയർ എടുക്കുക. 9 എന്ന് കിട്ടും. അതിൻ്റെ പകുതി എടുത്താൽ എന്താ കിട്ടുന്നത്? 4.5 കിട്ടും. ഈ 4.5 എന്നുള്ളത് കിട്ടേണ്ട 2 സൈഡിൻ്റെ കറക്റ്റ് നടുക്കായിരിക്കും. അപ്പം 4 5 നമുക്ക് വേണ്ട. അപ്പം 3 4 5 കറക്റ്റ് ഫില്ലാവും. നമുക്ക് വേണ്ട ഒരു ഈവൻ നമ്പർ ആണെങ്കിലോ ഇപ്പോൾ എടുത്ത കേസിന് എടുക്കാം. അതായത് 8 15 തൊട്ട് ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പം ഇതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. 16 വരും. ഈ 16 എന്നുള്ള എന്താണ്? നമുക്ക് വേണ്ട 2 നമ്പറിൻ്റെ കറക്റ്റ് നടുക്കായിരിക്കും. അപ്പം ഇത് ഗ്യാപ്പ് 1. അപ്പം ഇവിടെ എന്താണ്? ഗ്യാപ്പ് 1. 17 വേണ്ടത്. അപ്പം 8 15 17 കിട്ടും. ഓരോ ട്രിപ്ലെറ്റ് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഭൂരിഭാഗം ട്രിപ്ലെറ്റിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഡിജിറ്റ് ഷുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി ഇഫ് ദ നമ്പർ ഈസ്, ഈ നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ബോത്ത് 8 and 5 എന്ന് പറയുന്നത്. അവസാനം എന്തായാലും 0 5 വരുവാണെന്ന് നമുക്കറിയാം. 8ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാൻ എന്താണ്? അവസാനത്തെ 3 അക്കം 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 4xy എന്നുള്ള എന്താണ്? 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? 05 വന്നെങ്ങനെ? 405 എന്ന് പറഞ്ഞാൽ 8 5 40 5 റിമൈൻഡർ വരും. ഇനി 4 5 0 വരുവാണെങ്കിൽ എന്താണ്? 8 5 40 5 റിമൈൻഡർ 6 8 48 പിന്നെ 2 റിമൈൻഡർ വരും. അപ്പം ഇതും പറ്റത്തില്ല. ലാസ്റ്റ് ഓപ്ഷൻ 4 2 0 നോക്കാം. 8 5 40 2 റിമൈൻഡർ 8 2 16 പിന്നെ എന്താണ്? 4 റിമൈൻഡർ വരും. ഇനി ആൻസർ വരുന്നത് എന്താണ്? 4 4 0 നോക്കാം. ഡിവൈഡ് ബൈ 8 കൊടുക്കുമ്പോൾ എത്ര? 8 5 40 റിമൈൻഡർ 4 പിന്നെ 8 5 40. അതായത് 8 55 ചെയ്യുമ്പോഴാണ് 440 വരുന്നത്. അപ്പോൾ എക്സിനെയും വൈയുടെയും സ്ഥലത്ത് എന്താണ്? 4 0 കറക്റ്റായിട്ട് വരും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. അതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെറിയ സർക്കിളിന് ടാൻജൻറ്റും ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പം വലിയ സർക്കിളിൻ്റെ കോഡ് y, ചെറിയ സർക്കിളിനത് ടാൻജൻറ്റ് y. അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ. ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ആനുലർ പോർഷൻ ബിറ്റ്വീൻ 2 സർക്കിൾസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സർക്കിളിൻ്റെയും സെൻറ്റർ ഇതാണ്. അതുപോലെ ഇതാണ് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ്.
ഇതാണ് വലിയ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് R1 R2 നമുക്കറിയത്തില്ല. ഇങ്ങനെ കേസിൽ R1 അതായത് റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ കാണാനൊരു തിയറമുണ്ട്. തിയറമല്ല, എന്താ പറയുക, എനിക്കറിയില്ല ലോ ആണോ തിയറമാണോ എന്നറിയില്ല. എന്തായാലും ഓർത്തിരിക്കുക, അതായത് ഈ കോഡിൻ്റെ ഹാഫായിരിക്കും ഈ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ്. ഇവിടെ R1 എന്ന് പറയുന്നത് 20/2 ആയിരിക്കും. അതെത്ര 10 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് ഇവിടെ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ കേസിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. അതുപോലെ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഈ തന്നേക്കുന്ന കോഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് ടാൻജൻറ്റ് ഇത് സ്മോളർ സർക്കിളാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കേസും സാറ്റിസ്ഫൈ ആവണം. ഒന്ന് കോൺസെൻട്രിക് ആവണം, മറ്റേത് ടാൻജൻ്റ് ആവണം. അത് രണ്ടും ആയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്താണ് പൈതഗോറസ് തിയറമായി. ഇവിടെ 90 ഡിഗ്രിയാണ്, ഇത് 10 കിട്ടിയിട്ടുണ്ട്, ഇതും 10. ജസ്റ്റ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. അതായത് 10² + 10² ചെയ്യുമ്പോൾ ഇത്ര 200 √200 വരും. അതിന് 100 എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ എത്രയാണ് 10√2 വരും. ഇതാണ് R2ൻ്റെ വാല്യൂ. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നുണ്ട് ഈ നടുക്കത്തെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനുണ്ട് πr1² + πr2² ചെയ്താൽ മതി. πr1² - πr2² ചെയ്താൽ മതി. അവിടെ പൈന് അങ്ങനെ അല്ലെങ്കിൽ പൈ പുറത്തെടുക്കുക. അപ്പോൾ r1² - r2² ചെയ്താൽ മതി. അപ്പോൾ π × r1 എത്രയാണ് r2² - r1² ചെയ്യും, അല്ലെങ്കിൽ എന്താ മൈനസ് ആയി പോകും. r2² - r1² 10√2 - 10 ചെയ്താൽ മതി. സ്ക്വയർ ഉണ്ട്, അതായത് 10√2² - 10². ഇവിടെ 10² എടുക്കുമ്പോൾ 100 വരും, √2ൻ്റെ √2 വരും. അപ്പോൾ 200 - 100 വരും. അതെത്ര 100 ആണ് വരുന്നത്. ഇനിയൊരു പുറത്ത് കിടക്കുന്ന പൈയും കൂടെ കൂട്ടുമ്പോൾ 100 പൈ വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റും ഓഫും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് ഡിവിഷൻ വെച്ച് തുടങ്ങാം. ഇത്രയും ഭാഗം വേണം ആദ്യം ചെയ്യാൻ. അപ്പം 1 and 2/3 എന്ന് പറയുന്നതിന് മിക്സഡ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോൾ എങ്ങനെയാണ് വരിക? 1 × 3 3 + 2 5/3 ഡിവൈഡഡ് ബൈ 3 2 6 + 1 7/2 വരും. 5/3/7/2 എന്ന് വരുമ്പോൾ എന്താണ് എടുത്ത് തിരിച്ചിട്ട് കൊടുത്തോളാം. 2/7 ആക്കിക്കോളാം. × 2/7 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര 10/21 എന്നാണ് വരികയുണ്ടാവുക. അപ്പം ഇത് മൊത്തവും പോയിട്ട് എന്താണ് 10/21 എന്ന് വരും. ഇനി ഇവിടെ അടുത്ത് ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പം × 1 and 3/4 1 and 3/4 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിക്കുക. 1 × 4 4 + 3 എന്ന് പറഞ്ഞാൽ 7 വരും. 7/4 വരും. എനിക്ക് വെട്ടിക്കളയാനുള്ള അവസരമുണ്ട്. എന്താണ് 3 21 വരും. 5 2 ഇത് ചെയ്യുമ്പോൾ എത്ര 5/6 എന്ന് വരും. ഇനി എന്തേ ഉള്ളൂ, ഇനി പ്ലസ് ഒരു 1 and 1/3 ചെയ്താൽ മതി. 5/6 + 1 and 1/3 ഇംപ്രോപ്പർ ആക്കുമ്പോൾ എന്താണ് 3 + 1 4/3 വരും. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഞാൻ എന്താണ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അപ്പം താഴെ 6 ആവും. 5 × 2 10 + 4 എന്ന് പറഞ്ഞാൽ 14 വരും. ഇതെന്ന് പറയുന്ന ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ടാണ് കിടക്കുന്നത്. ഇതിനെ തിരിച്ച് ഓപ്ഷനിൽ തന്നേക്കുന്നതെല്ലാം എന്താണ് മിക്സഡ് ഫ്രാക്ഷനാണ്. അത് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ, ഡിവൈഡ് ചെയ്യുക. 6 × 2 ചെയ്യുമ്പോൾ 14 കിട്ടും. 2 ബാക്കി എന്താണ് റിമൈൻഡർ 2/6
6 വരും, അതായത് 1/3 വരും. 2 and 1/3 ആണ് കറക്റ്റ് ആൻസർ. തെറ്റിപ്പോയല്ലോ. ഓക്കെ തെറ്റിപ്പോയത് മനസ്സിലായി. ഇവിടെയാണ് ഇൻറ്റു 2 കൊടുക്കേണ്ടിയിരുന്നത്, ഞാൻ അവിടെയാണ് കൊടുത്തത്. അപ്പം ഇവിടെ ഞാൻ ഇൻറ്റു 2 കൊടുക്കുവാണ്, എന്താണ് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആക്കാൻ. അപ്പം താഴെ ഇവിടെ 6 വരും, 4 2s are 8, 8 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പം അതിൽ 3 വരും. ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 6 2s are 12 വരും. റിമൈൻഡർ എത്രയാണ്? 1 വരും. ആ 1നെ എന്താണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 2 and 1/6 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചേക്കുന്നത് ABC is an equilateral triangle P Q and R are the midpoint of the side AB BC and CA എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇവിടെ if the length of the side AB side of the triangle ABC is 11, find the area of the triangle PQR എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ വരുന്നത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ PQR, സോറി എന്താണ് ABC, ABയുടെ മിഡ് പോയിന്റ് P, BCയുടെ മിഡ് പോയിന്റ് Q, ACയുടെ മിഡ് പോയിന്റ് R. ഇതെന്താണ്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. തന്നേക്കുന്നത് എന്താ? ABയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 11 തന്നിട്ടുണ്ട്, ACയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 11, BCയുടെ ലെങ്ത്തും 11 തന്നിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താ? √3/4 ആണ്. ഈ വലിയ ട്രയാങ്കിൾ നോക്കുമ്പം ഇവിടെ എത്ര ചെറിയ ട്രയാങ്കിൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും? 1 2 3 4. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വലിയ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാണ്. ആ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ട്രയാങ്കിളിൻ്റെ 1/4 ഏരിയ ആണ്. കാരണം ഇവിടെ ഈ 4 ട്രയാങ്കിൾ ഉണ്ടാകുന്നുണ്ട്, ആ 4 ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇതാണെങ്കിൽ എന്താണ്? എനിക്കിവിടെ ഒരു 1/4 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 1/4 × √3/4a² എന്നാവും. അപ്പോൾ ഇവിടെ ഈ 4ഉം കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് എന്താണ്? താഴെ 16 വരും. എയുടെ വാല്യൂ നമുക്കറിയാം. എയുടെ വാല്യൂ എന്താണ്? 11 ആണ്. അപ്പോൾ 11² വരും. 11² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 121 ആണ്. അപ്പോൾ ഇൻറ്റു 121 വരും. 121 × √3/16, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ? tan x/sec x എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 1/2 ആണ്. അതെന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin x + cos x the whole square എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ tan x/sec x ആണ് തന്നേക്കുന്നത് = 1/2 എന്ന്. tan x-നെ ഞാൻ എങ്ങനെയാണ്? sin x/cos x എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ sec x എന്താണ്? 1/cos x ആണ്. അപ്പോൾ 1/cos x മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ എന്താ? ഇൻറ്റു cos x വരും. ഇപ്പോൾ ഇവിടെ cos x ഉം കട്ട് ചെയ്ത് പോയിട്ട് എന്താണ്? sin x = 1/2 എന്ന് കിട്ടും. അപ്പം sin x = 1/2 ആണെങ്കിൽ സൈൻ്റെ ഏത് ആംഗിളിലാണ് സൈൻ്റെ ഏത് ആംഗിളിലാണ് 1/2 വരുന്നത്? sin 30 ആണ് 1/2 എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സിൻ്റെ വാല്യൂ എന്താണ്? 30 ആണെന്ന് മനസ്സിലായി. 30 എടുത്തിട്ട് ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഇവിടെ sin 30 എത്രയാണ്? 1/2 + √3/2 ആണ്. ഹോൾ സ്ക്വയർ വരും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 1 + √3/2 ഹോൾ സ്ക്വയർ. 1 + √3/2 ഹോൾ സ്ക്വയർ. അപ്പം സെപ്പറേറ്റ് തന്നെ ചെയ്യാത്ത വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ 1 + √3/2² താഴെ 2² എന്ന് പറയുന്നത് 4 ആവും. a + b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. അതായത് 1² + 3 + 2ab 2 × √3 ഹോൾ ഡിവൈഡ് ബൈ 4 വരും. 1 + 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വരും. അപ്പം 4/2 √3 വരും. ഞാനിനി 2 പുറത്തെടുക്കാൻ പറ്റും എനിക്ക്. ഞാനിന്ന് 2 പുറത്തെടുത്താണ് സംഭവിക്കുന്നത്. 2 പുറത്തെടുക്കുമ്പോൾ 2 + √3/4 വരും. 2
4 കൂടെ വെട്ടി പോയിട്ട് 2 + √3/2 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 5 minutes, അനദർ പൈപ്പ് ക്യാൻ ഫിൽ ഇൻ ടാങ്ക് ഇൻ 6 minutes. ഇഫ് ബോത്ത് പൈപ്പ്സ് ആർ ഓപ്പൺ സൈമൾട്ടേനിയസ്ലി, എത്ര നേരം കൊണ്ടാവും ഇത് ഫില്ലാവുന്നതെന്നായിരിക്കും ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റാണ്, ചെയ്ത് നോക്കാം. എ എത്രയാണ്? 5 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. ബി 6 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും. LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 വരും. ഇയാളുടെ എഫിഷ്യൻസി 6, ഇയാളുടെ എഫിഷ്യൻസി 5. ഇവിടെ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഒരാളുടെ എഫിഷ്യൻസി 6 വരും, മറ്റേയാളുടെ എഫിഷ്യൻസി 5 വരും. കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 11 ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പം ആൻസർ പറ്റില്ലല്ലോ. ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. എ പൈപ്പ് ക്യാൻ എംപ്റ്റി ചെയ്ത ടാങ്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരെണ്ണം നെഗറ്റീവ് എഫിഷ്യൻസിയാണ്, അതായത് 5 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുന്ന പൈപ്പിന് എന്താണ് ലീക്കായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പം എങ്ങനെ വരിക? ഇയാളുടെ എഫിഷ്യൻസി 5 ഇയാൾ എടുക്കുന്ന സമയം 5, ഇയാൾ എടുക്കുന്ന സമയം 6. അപ്പം മൊത്തം ടോട്ടൽ വർക്ക് 30 വരും. പക്ഷേ ഇയാളുടെ എഫിഷ്യൻസി എന്താണ്? -6 കാരണം ഒരാൾ കോരി നിറച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ലീക്കാക്കി കളയുകയും ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 30 വരും, ഡിവൈഡ് ബൈ ഒരു പൈപ്പ് ലീക്കായതുകൊണ്ട് 6 - 5 എടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? 1 കിട്ടും. അപ്പോൾ 30/1 എന്ന് പറയുന്നത് എത്രയാണ്? 30 മിനിറ്റിന് കിട്ടും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ 14ാമത്തെ ചോദ്യം ഉണ്ട്. a+b വാല്യൂ വന്നിട്ടുണ്ടോ? 1 വന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/a² + 1/b² + 2/ab എത്രയാണെന്ന് ചോദിച്ചേക്കും. ഈ പോർഷൻ്റെ LCM എടുക്കാം. അതായത് 1/a² + 1/b² + 2/ab ആണ് നമുക്ക് തന്നേക്കുന്നത്. ഈ ഡിനോമിനേറ്ററെല്ലാം സെയിം ആക്കണം. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാത്തിനും എനിക്ക് a² b² എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ a² ഉണ്ട്, പക്ഷേ b² ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒരു b² ഇൻറ്റു ചെയ്തു. അപ്പം ഇവിടെ b² ആയി. ഇവിടെ b² ഉണ്ട്, പക്ഷേ a² ഇല്ല. അപ്പം ഞാനിവിടെ a² ഇൻറ്റു ചെയ്തു. ഇവിടെ a² ആയി. ഇവിടെ എയും ബിയും ഉണ്ട്, പക്ഷെ എന്താണ് നമുക്കത് a² b² ആക്കണം. അപ്പോൾ ഇൻറ്റു ab ഒന്നും കൂടെ ചെയ്തു. അപ്പോൾ ഇൻറ്റു ab ഇവിടെയും ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുകളിൽ എന്തായി? a² + b² + 2ab/a² b² ആയി. ഇനി ഇവിടെ a² + b² + 2ab എങ്ങനെ എഴുതാൻ പറ്റുന്നത്? a + b² എന്ന് എഴുതാൻ പറ്റും. a² b² ആയി. ഈ a+b വാല്യൂ എത്രയാണ്? 1 തന്നേക്കുന്നത്. അപ്പം 1² എന്ന് പറയുന്നതാണ് 1 തന്നെയാണ്. 1² ab എന്ന് വരും. 1/2/a² b² എന്ന് വരും. അപ്പോൾ എന്താണ് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1/a² b² ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓപ്ഷൻ 2. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? sin b വാല്യൂ വന്നിട്ടുണ്ട് 15/17. വാട്ട് ഈസ് ദ വാല്യൂ cos b × sec b - tan b എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഗിവൺ ദാറ്റ് ബിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0ക്കും π/2 ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരച്ചോളാം. അതായത് സൈൻ ഇത് ആംഗിൾ ബി ആയിട്ട് എടുത്തോളാം. ബി ആയിട്ട് എടുക്കുമ്പം sin b എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇത് വരും. അപ്പം ഇത് 15 വരും, ഇത് 17 വരും. 15ഉം 17ഉം രണ്ട് സൈഡാണെങ്കിൽ 8, 15, 17 ആണ്. ഇപ്പം ഇവിടെ 8 വരുന്നത് മനസ്സിലായി. ഇനി എന്താണ്? cos b - sec b - tan b കണ്ടുപിടിച്ചാൽ മതി. sec b - tan b കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ cos b എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് വരും. 8/17 8/17 ഇൻറ്റു sec b 1/cos b ആണ്. അപ്പം ഈ സംഭവം തന്നെ തിരിച്ചിട്ടാൽ മതി. 17/8 മൈനസ് tan b എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇത് വരും, അഡ്ജസൻറ്റ് സൈഡ് ഇത് വരും. 15/8. അപ്പം
8/17 ഇൻറ്റു 17 15 പോയി എത്രയാണ്? 2/8. 8ഉം 8ഉം ക്യാൻസലായി പോയിട്ട് 2/17 ആൻസർ വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇയാൾ 36 രൂപയ്ക്കാണ് അരി വിൽക്കുന്നത്. അയാൾ 30 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ് 36 രൂപയ്ക്ക് വിൽക്കുന്നത്. പിന്നെന്താ? ഹി ഗിവ്സ് 800 ഗ്രാം ഓഫ് റൈസ് ഇൻസ്റ്റെഡ് ഓഫ് 1 കിലോ. അതായത് 1 കിലോ എന്ന് പറഞ്ഞ് ഇയാൾ കൊടുക്കുന്ന എത്ര? 800 ഗ്രാമേ ഉള്ളൂ. ഫൈൻഡ് ദ ആക്ച്വൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ദ രമേഷിനെ യൂസ് ചെയ്യുന്നു. അതായത് 1 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1000 ഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് 30 രൂപയുള്ളെങ്കിൽ 100 ഗ്രാമിൻ്റെ വില 3 രൂപയുള്ളൂ. ഇനി ഇയാൾ 800 ഗ്രാമാണ് കൊടുക്കുന്നത്. അപ്പോൾ 800 ഗ്രാമിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്തായി? ഇൻറ്റു 8 ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻറ്റു 8 ചെയ്യുമ്പോൾ എത്രയാണ്? 24 രൂപയുടെ സാധനം ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. ഇയാൾ ആ സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 36 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇയാൾക്ക് ഇവിടെ കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 രൂപയാണ് ഇയാൾക്ക് ലാഭം കിട്ടുന്നത്. എത്രയിൽ? 24. കാരണം ഇയാളുടെ കയ്യിൽ 24 രൂപയുടെ സാധനമേ പോകുന്നുള്ളൂ. ഇൻറ്റു 100. 1/2 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്രയാണ്? 50% കിട്ടും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ ഫിസിക്സ് ടു ദാറ്റ് ഓഫ് സ്റ്റഡിങ് മാത്തമാറ്റിക്സ് ഇൻ ഓൾ 4 കോളേജസ് ടേക്കൻ ടുഗദർ എന്ന് ചോദിച്ചിരുന്നു. ഫിസിക്സും മാത്സും വേണം കൂട്ടിയെടുക്കാൻ. എല്ലാം കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണ്? 400 400 400 1200 1200 200 1400 ചില്ലാനും വരും. 20 30 50 55 55 10 60 67 67 85 67 80 140 147 147 5 കൂടെ കൂട്ടുമ്പോൾ 152 വരും. എത്ര? 1552 ടോട്ടൽ വരുന്നത്. ഇവിടെ മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ എത്രയാണ്? 200 400 600. അപ്പോൾ 1000 ആയി. പ്ലസ് 50 101 101 95 196 പ്ലസ് 10 വരും. അപ്പോൾ എത്ര? 206 വരും. കൂട്ടിയെടുക്കുമ്പോൾ എത്ര? 1206 വരും. രണ്ടെണ്ണം കൂടെ റേഷ്യോ എടുത്താൽ മതി. ഞാൻ 2 സൈഡിലും 2 കൊണ്ട് വെട്ടുവാണ്. അപ്പോൾ 1500 പകുതി 750 52 പകുതി 26. അപ്പോൾ 776 വരും. ഇവിടെ 603 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു സർക്കിളുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോഡുണ്ട്. ആ കോഡിലേക്ക് സെൻറ്ററിൽ നിന്ന് കണക്ട് ചെയ്തേക്കുമെന്ന് പറയുന്നത്. സെൻറ്റർ കോഡിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. കോഡിന് ലെങ്ത് തന്നിരിക്കുന്നത് എത്ര? 50 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്ര? 21 തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ സർക്കിൾസ് റേഡിയസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് റേഡിയസ്. അപ്പോൾ ഇതെന്താണ്? ഇത് പൈതഗോറസ് തിയറമാണ്. ഈ കോഡിൻ്റെ ഫുള്ള് ലെങ്ത് 50 ആണെങ്കിൽ ഇത്രയും ഭാഗത്തെ ലെങ്ത് എത്രയായിരിക്കും? നേരെ പകുതി ആയിരിക്കും, 25 ആയിരിക്കും. അപ്പം അങ്ങനെ ലോ ഉള്ളതാണ്. ഒരു കോഡിലേക്ക് സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? അത് കറക്റ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലോ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ 21 25 പിന്നെ ഒരെണ്ണം കൂടി വരും. അതാണ് ട്രിപ്ലെറ്റ് വരിക. 21 25 പിന്നെ ഏതാ ട്രിപ്ലെറ്റ് വരിക? 21. ഓക്കെ, ഇത് ട്രിപ്ലെറ്റ് വരത്തില്ല.
അങ്ങനെ ഒരു ട്രിപ്ലെറ്റ് ഇല്ല. ജസ്റ്റ് പൈതഗോറസ് തിയറം അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത് വരുന്നത് എത്ര? 21 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ. 21ൻ്റെ സ്ക്വയർ എത്രയാണ്? 441 വരും. 25ൻ്റെ സ്ക്വയർ 625 വരും. ഇത് രണ്ടും കൂടെ സം എടുക്കുമ്പോൾ എത്രയാണ്? 600, 400, 1000, 40, 20, 60, 65, 66. അപ്പോൾ 1066 വരും. റൂട്ട് 1066 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂ ഓഫ് എ ആൻഡ് ബി ഡു ദ ഗീവ് ഇക്വേഷൻ ഹാവ് നോ സൊല്യൂഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ പോലെ എടുക്കുമ്പോൾ എന്താണ്? A1 x പ്ലസ് B1 y പ്ലസ് C1 ഈക്വൽ ടു 0 ഒരു ഇക്വേഷനും A2 x പ്ലസ് B2 y പ്ലസ് C2 ഈക്വൽ ടു 0 അടുത്ത ഇക്വേഷനും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നോ സൊല്യൂഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 നോട്ട് ഈക്വൽ ടു C1 ബൈ C2 ആണ്. ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ആവേണ്ടത്. അപ്പം ഇങ്ങനെ രണ്ട് ഇക്വേഷനിൽ 3 പോസിബിലിറ്റീസേ ഉണ്ടാകത്തുള്ളൂ. ഒന്ന് നോ സൊല്യൂഷൻസ്, ഒന്ന് എക്സാക്ട് 1 സൊല്യൂഷൻസ്, പിന്നെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുമ്പം എങ്ങനെയാണ് വരിക? അതിൽ ഇങ്ങനെ വരുന്നത് A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 ഈക്വൽ ടു C1 ബൈ C2. അങ്ങനെ പറയുമ്പോൾ 2 ലൈന് പാരലായിട്ട് പോകും. തെറ്റിപ്പോയി. അങ്ങനെയല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുമ്പം റേഷ്യോ ഓഫ് ദ കോഎഫിഷ്യൻ്റെ റേഷ്യോ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ ലൈൻ എന്താണ്? പാരലായിരിക്കില്ല. ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടെയാണ് അടുത്ത ലൈൻ വരുന്നത്. 2 ലൈനും സെയിം തന്നെ ആയിരിക്കും, മീൻസ് കോളീനിയർ ആയിരിക്കും. ഇനി ഹാവ് നോ സൊല്യൂഷൻ വരുമ്പം ഇങ്ങനെ വരും. അതായത് B1 ബൈ B2 നോട്ട് ഈക്വൽ ടു C1 ബൈ C2 എന്ന് വരും. അപ്പോൾ ആ 2 ലൈനും പാരലായിരിക്കും, അതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഇനി എക്സാക്ട് 1 സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? ഒരു സ്ഥലത്തെ ആ ലൈൻ ഇൻ്റർസെക്റ്റ് ആകത്തുള്ളൂ. അതാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കേസ് എന്താണ്? ഈ പാരലായതിൻ്റെ കേസാണ്. അതായത് A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 നോട്ട് ഈക്വൽ ടു C1 ബൈ C2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് A1 A2 B1 B2 എടുത്തെഴുതുമ്പോൾ എത്ര വരുന്നത്? ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന് കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പം അവിടെ A1 1 ആണ്. A2 എന്താണ്? A2 എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 മൈനസ് എ ആണ്. 1 മൈനസ് എ ആണ് ഈക്വൽ ടു ഇങ്ങോട്ട് എഴുതാം 1 ബൈ 1 മൈനസ് എ ഈക്വൽ ടു B1 എന്താണ്? ഫസ്റ്റ് ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് അതായത് മൈനസ് എ ആണ്. ആ മൈനസ് കൂടെ അവിടെ കൺസിഡർ ചെയ്യണം. അപ്പം മൈനസ് എ ആണ് ഡിവൈഡ് ബൈ 6 വരും. ഇനി നോട്ട് ഈക്വൽ ടു എന്താ വരുന്നത്? 2 മൈനസ് എ ആണ് അവിടെ വരുന്നത്. 2 മൈനസ് എ ഡിവൈഡ് ബൈ എന്താണ്? എ പ്ലസ് ബി ആണ്. ഇനി ഇതിനകത്തുനിന്ന് എ കണ്ടുപിടിച്ചാൽ മതി, എയും ബിയും കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ എയും ബിയും കണ്ടുപിടിക്കാൻ നിൽക്കുവാണെങ്കിൽ എന്താണത്? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുകയുള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് പോകുന്നതും ബുദ്ധിമുട്ടായി വരിക ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പം എക്ക് ഇവിടെ -3 എന്ന് തന്നേക്കുന്നത്. അപ്പം ജസ്റ്റ് -3 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പം ഇവിടെ -3 ഇട്ട് കൊടുക്കുമ്പം എങ്ങനെയാണ് വരുന്നത്? 1 ബൈ 1 മൈനസ് -3 ഈക്വൽ ടു മൈനസ് ഓഫ് -3 ബൈ 6 വരും. അപ്പം ഇവിടെ എന്താണ്? 1 ബൈ 1 മൈനസ് -3 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഇവിടെ 4 വരും. ഇവിടെ 1/2 ആണ് വരുന്നത്. അപ്പം ഇത് ഈക്വൽ അല്ല. അപ്പം എക്ക് എന്താണ്? -3 വരത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 2 ഓപ്ഷനും കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ആ 2 ഓപ്ഷനും കട്ട് ചെയ്ത് കളയുമ്പോൾ മനസ്സിലായി എക്ക് എന്താണ്? 3 ആണ് വരുന്നത്. ഇനി ബിക്ക് 1 ആണോ -1 ആണോ വരുന്നത് നോക്കിയാൽ മതി.
അങ്ങനെയല്ല, ബിക്ക് ബി നോട്ട് ഈക്വൽ ടു -1 ആണ് രണ്ട് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇനീക്വാളിറ്റി ഇട്ട് തന്നെ ചെയ്താൽ മതി. അങ്ങനെയാണ് -a/6 നോട്ട് ഈക്വൽ ടു 2 - a/a+b അല്ലേ. അപ്പം എയുടെ വാല്യൂ 3 ആണ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പം ഞാനാണെങ്കിൽ ഇത്രയും ഭാഗത്ത് എന്താണ് 3 ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പം -3/6 നോട്ട് ഈക്വൽ ടു 2 - 3/3 - b എന്നായി. ഇത് 2 ആയി, ഇവിടെ -1 ആയി. അപ്പം 2 × -1 നോട്ട് ഈക്വൽ ടു -3 + b എന്നായി. നോട്ട് ഈക്വൽ ടു അവിടെ മൈനസും കട്ട് ചെയ്ത് പോയി. 3 + b നോട്ട് ഈക്വൽ ടു 2 എന്നായി. b നോട്ട് ഈക്വൽ ടു 3 - 2 എത്രയാണ് -1 എന്ന് പറയും. ഇപ്പോൾ b നോട്ട് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. എയുടെ വാല്യൂ 3 എന്നും b നോട്ട് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഇത്രയും സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഈ ന്യൂമറേറ്റർ അങ്ങ് എടുക്കാം. ന്യൂമറേറ്റർ എടുക്കുമ്പോൾ എന്താ 25a² - 10ab - 48b² ആണ് ന്യൂമറേറ്റർ വരുന്നത്. ഇൻറ്റു 5a + 8b ഡിവൈഡഡ് ബൈ 5a + 6b എന്ന് വരും. ഇവിടെ നോക്കുമ്പോൾ ഇത്ര ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ അതെനിക്കൊന്ന് ഒഴിവാക്കി കിട്ടുവാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഓപ്ഷനിൽ കാണുന്ന ഏതെങ്കിലും ഒരു എയും ബിയും അടങ്ങുന്ന ഏതൊരു സംഭവത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങാം. അപ്പം 25a² - 10ab - 48b² എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കത് സോൾവ് ചെയ്യാൻ നേരത്തുന്നതാണ്. സമ്മ് -10ഉം പ്രോഡക്റ്റ് എന്താ വരണ്ടേ 25 × 48 1200 വരുന്നത്. അപ്പം സമ്മ് -10ഉം പ്രൊഡക്റ്റ് 1200 കാണുമ്പോൾ തന്നെ ഏതാണ് മനസ്സിൽ വരുന്നത്. 40ഉം 30ഉം എടുത്താൽ എനിക്ക് 1200 കിട്ടും. എനിക്കിവിടെ സമ്മ് -10 വേണ്ട. അപ്പം -40ഉം 30ഉം കൂടി എടുത്താൽ എന്താണ് -1200 വരും. ഓക്കെ, -1200 തന്നെയാണ് വരുന്നത്. കാരണം -48 × 25 വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞ് -40ഉം 30ഉം എടുത്താൽ മതി. അപ്പം ഇത് മൊത്തം പോയിട്ട് എന്താ വരിക 25a² - 40ab + 30ab - 48b² എന്ന് വരും. ഇനി സാധാരണ എന്താണ് നമ്മൾ സോൾവ് ചെയ്യാൻ നേരത്ത് എടുക്കുന്ന പോലെ ഇത്രയും ഭാഗത്തുനിന്ന് ഈ 25a² നിന്നും 40ab എനിക്ക് 5a പുറത്തെടുക്കാൻ പറ്റും. ഞാനവിടെ 5a പുറത്തെടുക്കുക. 5a എടുത്ത് പുറത്ത് വെച്ചാൽ ഇവിടെ 5a² - 8ba വരും ഉണ്ടാവുള്ളൂ. പ്ലസ് ഇവിടെ ഞാൻ 6b ആണ് പുറത്തെടുക്കുന്നത്. 6b എടുക്കുമ്പോൾ എത്ര 6 × 5 30 വരും. 5a - 8b എന്ന് വരും. ഡിവൈഡഡ് ബൈ 5a + 6b ഇൻറ്റു 5a + 8b എന്നും വരും. ഇവിടെ ഇനി സാധാരണ ഫാക്ടർ എടുക്കുമ്പം എന്താ സംഭവിക്കുക, അതായത് 5a + 6b ഇവിടെയും കോമൺ. അപ്പോൾ അത് ഞാൻ എടുത്ത് പുറത്ത് മാറ്റി വയ്ക്കുക. അപ്പം 5a + 6b ഒരു ഫാക്ടറാണ്. അതുപോലെ 5a - 8b അടുത്ത ഫാക്ടറാണ്. അപ്പം 5a + 6b 5a + 6b ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ വരുന്നത് 5a - 8b ഇൻറ്റു 5a + 8b ആണ്. ഇതെന്താണ് a + b × a - b ഫോർമാറ്റാണ്. അപ്പം a² - b² വരികയാണ്. അതായത് 5a² -
8b². ഇത് ചെയ്യുമ്പോൾ എത്ര? 25a² മൈനസ് 60b² വരും. ഇതാണ് ആൻസർ, ഓപ്ഷൻ സെക്കൻഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് എ സിലിണ്ടർ ഇൻ ക്യൂബിക് യൂണിറ്റ് വിത്ത് ഹൈറ്റ് ഈക്വൽ ടു ഡയമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് 4 യൂണിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് എത്രയാണ്? 4, ഡയമീറ്റർ എന്ന് പറയുന്നത് 8 അത് തന്നെയാണ് എൻ്റെ ഹൈറ്റും വരുന്നത്. ജസ്റ്റ് πr²h സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. പൈയുടെ വാല്യൂ അങ്ങനെ എടുക്കുക. π × r എത്രയാണ്? 8² ഹൈറ്റ് 4. 64 × 4 ചെയ്യുമ്പോൾ 256 വരും. 256 π. തെറ്റിപ്പോയല്ലോ. ഓക്കെ, തെറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അതായത് π × r 4 കൊടുക്കേണ്ടത്. അപ്പം 4² ഹൈറ്റ് എത്രയാണ്? 8 വരേണ്ടത്. 16 × 8 വരും. അതെത്രയാണ്? 128 π എന്ന് വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? ടാൻ എന്ന് പറയുന്നത് 5/sin ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 7 sin a - 3 cos a വാല്യൂ ചോദിച്ചേക്കുന്നത്. ഇത് എ ആണെന്ന് എടുത്തോളാം. ഈ ആംഗിൾ എ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതാണ് ടാൻ വരിക. അപ്പോൾ 5, 7 ട്രിപ്ലറ്റ് വരുവായിരുന്നല്ലേ. അപ്പം 25, 49 √74 ഇവിടെ വരുന്നത് ഹൈപ്പോട്ടനസ്. ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 7 × sin a എന്നാണ് പറഞ്ഞിരിക്കുന്നത്. sin a എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പം 5/74 √74 മൈനസ് 3 × ഇത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. 7/√74 ഡിവൈഡഡ് ബൈ 7 × sin a വരും. sin a എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. 5/√74 പ്ലസ് 3 × cos a എന്താണ്? 7/√74 പ്ലസ് 4 വരും. ഇവിടെ എന്താ? 7, 5, 35 മൈനസ് 21 വരും. ഇവിടെ നേരെ തിരിച്ചും വരും. 35 പ്ലസ് 21 വരും. 35 - 21 എന്ന് പറയുന്നത് എത്രയാണ്? 14 വരും. ഇത് മൊത്തം പോയിട്ട് എത്രയാണ്? 14/√74 എന്ന് വരും. ഇവിടെ 35ഉം 21 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 56/√74 എന്ന് വരും. ഇത് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ആകുമ്പോൾ എത്രയാണ് വരുന്നത്? √74/56 എന്ന് വരും. √74 വെട്ടിപ്പോയി. 14/56 പ്ലസ് 4 എന്ന് വരും. 7/28 1/4 വരും. 4 പ്ലസ് 1/4 വരും. എത്രയാണ്? 4 ആൻഡ് 1/4 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചേക്കുന്നുണ്ട്, ദ ബാറ്റ്സ്മാൻ ഹാഡ് സ്കോർഡ് ടോട്ടൽ 440 റൺസ്. ഹൗ മെനി റൺസ് ഡിഡ് ഹി സ്കോർഡ് ബൈ ഹിറ്റിംഗ് 4 ഓൺലി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, എന്താണ് 100% വാല്യൂ എന്ന് പറയുന്നത് 440. 1% വാല്യൂ എന്ന് പറയുന്നത് 4.4 യൂണിറ്റ്സാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കളറാണ്. അപ്പം 30% അല്ലേ. അപ്പം 30 × 4.4 ചെയ്താൽ മതി. 1% വാല്യൂ 4.4 ആണ്. 30% വാല്യൂ എത്രയാണ്? 30 × 4.4.
4 ഇൻറ്റു 30 ചെയ്യുമ്പോൾ തന്നെ എത്രയാണ് വരുന്നത്? 120 വരും. 120 പ്ലസ് ജസ്റ്റ് 120 തൊട്ട് മുകളിൽ വരും. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാ? 132 മാത്രമേ ഉള്ളൂ. 132 കറക്റ്റ് ആൻസർ. ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ ഓൾ 4 ബാറ്റ്സ്മാൻസ് എന്ന് ചോദിച്ചിരുന്നത്. 800 200 കൂടെ കൂട്ടി എത്രയാണ്? 2000 600 1200 പിന്നെ ഒരു 70 കൂടെ കൂട്ടണം. അപ്പം 3200 70 3270 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 3 വെറൈറ്റി ചായപ്പൊടിയുണ്ട്. അതിൻ്റെ ഒരു ടൈപ്പിന് 1 കിലോയ്ക്ക് 250 രൂപയും വേറൊരു ടൈപ്പിന് 1 കിലോയ്ക്ക് 300 രൂപയാണ്. മൂന്നാമത്തെ നമ്മളോട് പറഞ്ഞില്ല. അതെല്ലാം കൂടെ മിക്സ് ചെയ്തേക്കുന്ന റേഷ്യോ എത്രയാണ്? 1:1:2 ആണ്. ഇഫ് ദ മിക്സ്ചർ ഈസ് വർത്ത് 350 പെർ കിലോ ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദ തേർഡ് വെറൈറ്റി ടീ പൗഡർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് വെറൈറ്റി 1, വെറൈറ്റി 2, വെറൈറ്റി 3. 250 രൂപയാണ് ഇതിന് 300 രൂപയും ഇത് തന്നിട്ടില്ല. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയാണ്? 350 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ എത്ര പാർട്ട് എടുത്തു? ഒരു പാർട്ട് എടുത്തു. ഇതിൻ്റെ ഒരു പാർട്ട് എടുത്തു. പക്ഷേ ഇത് 2 പാർട്ട് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഇവിടെ എന്താണ്? ഇതൊരു വെയ്റ്റഡ് ആവറേജ് രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് 250 ഒരു പാർട്ട് എടുത്തു. അപ്പോൾ 250 ഇൻറ്റു 1 പ്ലസ് 300 ഇൻറ്റു അതും ഒരു പാർട്ടാണ് എടുത്തത് പ്ലസ് അടുത്ത് നമുക്കറിയില്ല എക്സ് ഇൻറ്റു 2 ഡിവൈഡ് ബൈ ഇതെല്ലാം കൂടെ കൂട്ടണം. എത്ര പാർട്ടുണ്ടെന്ന് കൂട്ടണം. അതായത് 2 1 3 3 1 4 ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് തന്നതിന് ഈ 350 ആയിരുന്നു. ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. അതായത് 250 ഇൻറ്റു 1 പ്ലസ് 300 ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു 2 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് എന്താണ്? 350 വരും. ഈ 4 ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയാണ്? 350 ഇൻറ്റു 4 എന്ന് പറയുമ്പം 300 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 1200 വരും. അത് കഴിഞ്ഞ് 50 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്? 200 കൂടും. ഇവിടെ 1400 വരും. ഈക്വൽ ടു 250 പ്ലസ് 300 പ്ലസ് 2x എന്ന് വരും. ഇനി എക്സ് സോൾവ് ചെയ്താൽ മതി. 2x ഈക്വൽ ടു എന്താണ്? 1400 മൈനസ് 550 വരും. എത്ര? 850 എന്ന് വരും. അപ്പം 2xൻ്റെ വാല്യൂ 850 ആണ്. എക്സിൻ്റെ വാല്യൂ എത്ര? 850 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 425 കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. ഈ ഷിഫ്റ്റിലെ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.